നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. പൂനെയിലെ ലോണാവാലയിലുണ്ടായ വെള്ളച്ചാട്ടത്തിൽ മരണപ്പെട്ടത് വിവാഹാഘോഷങ്ങൾക്ക് ശേഷം വിനോദയാത്രയ്ക്ക് പോയ കുടുംബത്തിലെ അംഗങ്ങൾ. ലോണാവാല ഭൂഷി അണക്കെട്ടിൽ നിന്നും അപ്രതീക്ഷിതമായി എത്തിയ വെള്ളമാണ് ഒരു കുടുംബത്തെ തന്നെ ഒഴുക്കിക്കളഞ്ഞത്. 5 പേരാണ് മരിച്ചത്. ഞായറാഴ്ച 12:30 രാജ്യത്തെ നടുക്കിയ അപകടം. പൂനെയിലെ ഹഡപ്സർ ഏരിയയിലെ സയ്യദ് നഗറിൽ നിന്നുള്ള അൻസാരി കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതിനിടയിലാണ് വെള്ളം ഇരച്ചെത്തിയത്. വെള്ളത്തിന്റെ ഒഴുക്ക് തങ്ങളുടെ നിയന്ത്രണത്തിനാവില്ലെന്ന മനസ്സിലായതോടെയാണ് അവർ പരസ്പരം കൈകൾ ബന്ധിച്ച് പാറ പോലെ ഉറച്ചു നിന്നത്. എന്നാൽ ഒഴുക്കിന് ശക്തി കൂടിയതോടെ എല്ലാവരും താഴേക്ക്. ഇതിൽ 5 പേരെയാണ് മരണം തട്ടിയെടുത്തത്. 2 പേർ രക്ഷപ്പെട്ടു. സ്ത്രീകളും കുട്ടികളുമാണ് അപകടത്തിൽപ്പെട്ടവർ. 2 കുട്ടികളെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ഇവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഹാഷിദ ലിയാഖത്ത് അൻസാരി, അമീമ ആദിൽ അൻസാരി, ഉമേര ആദിൽ അൻസാരി എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത്. അതിനാൽ സബാഹത്ത് അൻസാരി, മരിയ അഖിൽ അൻസാരി എന്നിവരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഒരു കല്യാണത്തിനായാണ് എല്ലാവരും ഒന്നിച്ചത്. ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു വരുന്നതേയുള്ളൂ. കല്യാണശേഷം എല്ലാവരും വിനോദയാത്രയ്ക്ക് പദ്ധതിയിടുകയായിരുന്നു. ബസ് വാടകയ്ക്കെടുത്താണ് ലോണാവാലയിലെ വിനോദ കേന്ദ്രത്തിലേക്ക് എത്തിയത്. 17 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. എന്നാൽ 10 പേരാണ് വെള്ളത്തിലേക്ക് ഇറങ്ങിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ ചിലർ വെള്ളത്തിന്റെ ഒഴുക്കിൽ പന്തികേട് തോന്നി നേരത്തെ കയറിപ്പോരുകയായിരുന്നു. അല്ലായിരുന്നുവെങ്കിൽ മരണസംഖ്യ ഉയരുമായിരുന്നു. മുംബൈയിൽ നിന്ന് 96 കിലോമീറ്റർ അകലെയാണ് അപകടം നടന്ന ഭൂഷി അണക്കെട്ട്. വെള്ളം കുത്തിയൊഴുകിയെത്തിയതോടെ സഹായത്തിനു വേണ്ടി കുട്ടികളടക്കമുള്ളവർ നിലവിളിക്കുന്നതും പിന്നീട് ഒഴുകിപ്പോകുന്നതും വീഡിയോയിൽ കാണുന്നുണ്ട്. അവിടെയുള്ളവർ പകർത്തിയതാണ് ദൃശ്യങ്ങൾ. വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കാരണം കണ്ടുനിന്നവർക്കും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വീഡിയോയിൽ നിന്നും വ്യക്തമാണ്. നാട്ടുകാരും പോലീസും സംഭവ സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പോലീസിന്റെയും പ്രാദേശിക അധികാരികളുടെയും മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് ആയിരക്കണക്കിന് സന്ദർശകർ ഭൂഷി, പാവന അണക്കെട്ട് മേഖലകളിൽ എത്തുന്നതെന്നും വിമർശനമുണ്ട്. അപകടം നടന്ന ഞായറാഴ്ച മാത്രം 50,000-ലധികം ആളുകൾ ലോണാവാല സന്ദർശിച്ചതായാണ് പോലീസ് പറയുന്നത്. സംഭവം നടന്ന പ്രദേശവും ഭൂഷി അണക്കെട്ടിന്റെ പരിസരവും ഇന്ത്യൻ റെയിൽവേയുടെയും വനം വകുപ്പിന്റെയും അധികാര പരിധിയിൽ വരുന്നതാണ്. ഇവിടങ്ങളിൽ മുങ്ങിമരണങ്ങൾ അടിക്കടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനാൽ അടിയന്തര ശ്രദ്ധ വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. 2024 മുതൽ 4 മുങ്ങിമരണങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.